നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഒതുക്കാൻ തന്നെയാണ് CPMന്റെ ശ്രമം. ഒരു കാരണവശാലും പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ട എന്ന നിലപാടാണ് CPI ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനം മുഖ്യമന്ത്രി പദത്തിൽ നിന്നിറങ്ങിയതിനു ശേഷം പിണറായി വിജയൻ ഏറ്റെടുക്കുമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ പോലും കരുതിയിരുന്നില്ല. വലിയ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷവും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ തുടരുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് LDFനെയും CPMലെ നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി മാറിയത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് തന്നെ CPI രംഗത്ത് വന്നു. LDFലെ രണ്ടാമത്തെ കക്ഷിയാണ് തങ്ങളെന്നും തങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ടെന്നുമാണ് CPIയുടെ വാദം. എന്നാൽ ആദ്യം മുതൽ തന്നെ CPIയെ തുറന്നെതിർക്കുന്നത് പിണറായി വിജയനാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ CPMന്റെ മറ്റേതെങ്കിലും നേതാക്കന്മാരോ CPIയുടെ ഈ ആവശ്യത്തെ അത്ര കണ്ട് നേരിട്ട് എതിർത്തിട്ടില്ല. എന്നാൽ പിണറായി വിജയനാകട്ടെ CPIയുടെ ഈ ആവശ്യം ഏതാണ്ട് അസംബന്ധം എന്ന നിലയിൽ തന്നെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് അടഞ്ഞ അധ്യായമാണ് എന്നായിരുന്നു പണ്ടൊരിക്കൽ പിണറായി വിജയൻ പ്രതികരിച്ചത്. CPMന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന കാര്യം CPM തീരുമാനിക്കും, അത് LDF യോഗത്തിൽ ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമില്ല എന്നാണ് അന്ന് പിണറായി വിജയൻ നിലപാടെടുത്തത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ LDF കൂടാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ശക്തമായ നിലപാട് CPM എടുക്കുകയും ചെയ്തു. അത് പക്ഷേ പിണറായി വിജയൻ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാട് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് നേരിട്ട് പിണറായി വിജയൻ മറുപടി പറയുകയും ചെയ്തു. അതായത് CPIയെ ഇങ്ങനെ പരസ്യമായി വിമർശിക്കുന്ന പിണറായി വിജയന്റെ രീതി CPIയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കുമെന്നായിരുന്നു ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാന വിഷയത്തിൽ ദേശീയ നേതൃത്വം CPIയുടെ ദേശീയ നേതൃത്വം ആദ്യം പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ദേശീയ നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന കേരള ഘടകത്തിൻ്റെ ആവശ്യം അത് ന്യായമാണെന്നും അക്കാര്യങ്ങൾ പരിഗണിക്കണമെന്നും പിണറായി വിജയൻ കുറച്ചുകൂടി എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന രീതി സ്വീകരിക്കണമെന്നും പരസ്യമായി CPIയെ എതിർക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് ഇപ്പോൾ CPI ദേശീയ നേതാവ് A. രാജ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് പരസ്യമായി CPIയെക്കുറിച്ച് പിണറായി വിജയൻ സംസാരിക്കുകയാണെങ്കിൽ പിണറായി വിജയനെതിരെ പരസ്യമായി CPMും സംസാരിക്കുമെന്ന് തന്നെയാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട്. ഇന്നുവരെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെക്കുറിച്ച് അഭിപ്രായം പറയാതിരുന്ന ദേശീയ നേതൃത്വം ഇന്നിപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അത് വളരെ ന്യായമായ ആവശ്യമെന്നാണ് CPI ദേശീയ നേതൃത്വം അഭിപ്രായമായി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുമായി ചർച്ച നടത്തുമെന്നും CPI നിലപാടെടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അത് തങ്ങൾ കൊണ്ടേ പോകൂ എന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ഭരണത്തിൽ ഇരുന്നപ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം ഇത്തരത്തിൽ പല കാര്യങ്ങളിലും CPMന് ഘടകവിരുദ്ധമായ നിലപാട് CPI സ്വീകരിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ വലിയ മസിൽ പിടിക്കുമെങ്കിലും പിന്നീട് CPMന്റെ തീരുമാനത്തോട് യോജിച്ചു പോകുന്ന ഒരു നിലപാടാകും CPI എടുക്കുക. എന്നാൽ അടുത്ത കാലത്ത് സ്ഥിതിഗതികൾ അങ്ങനെയല്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കം മുതൽ ഇങ്ങോട്ട് CPI കാര്യങ്ങൾ മയപ്പെടുത്താതെ പോവുകയാണ്. തങ്ങളോട് ആലോചിക്കാതെ ഈ LDFന്റെ രാഷ്ട്രീയ നയങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ശരിയായില്ല എന്ന ഒരു അഭിപ്രായത്തിൽ CPI ഉറച്ചു നിന്നു. എന്നാൽ CPM ഇവരുടെ അഭിപ്രായം മയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ PM ശ്രീയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർത്തിവെക്കുന്നു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കുകയാണ് പിന്നീട് സർക്കാർ ചെയ്തത് എന്നോർക്കണം. അധികാരത്തിൽ നിന്നിറങ്ങിയിട്ടും CPI ആ പിടിവാശി ഉപേക്ഷിക്കുന്നില്ല. എന്തായാലും ഏറെക്കുറെ വളരെ പ്രായം കുറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്നിപ്പോൾ കേരളത്തിനുള്ളത്. VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹത്തെക്കാൾ വളരെയധികം പ്രായവ്യത്യാസമുള്ള പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ അതിനൊരു ചേലുകുറവുണ്ട് എന്ന് LDFലെ പല ഘടകകക്ഷികളും പറയുന്നുണ്ട്. അതായത് ഈ VD സതീശൻ്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ആർജവമുള്ള നിലപാടുകൾ, ആ നിലപാടുകളെ ഉടനടി ചോദ്യം ചെയ്യാൻ പിണറായി വിജയന് സാധിക്കുന്നില്ല.
പലപ്പോഴും അടുത്തിരിക്കുന്ന KM ബാലഗോപാൽ അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും പറയൂവെന്ന് പറഞ്ഞതിന് ശേഷമാണ് പിണറായി വിജയൻ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. പ്രത്യേകിച്ചും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനം അത് വളരെ മോശമാണ് എന്ന് പലരും രഹസ്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യം ഉയരുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് അങ്ങനെ ഒരു ഉപനേതാവ് വരുമെങ്കിൽ അത് CPM നേതാവായിരിക്കുമെന്നാണ്. ഒരു കാരണവശാലും CPI നേതാവിനെ ഉപനേതാവാകാൻ അനുവദിക്കില്ല എന്നാണ് പിണറായി വിജയൻ്റെ പക്ഷം. കാരണം ഭരണപക്ഷത്തിൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാതെ താൻ പരുങ്ങുമ്പോൾ തന്നെക്കാൾ മിടുക്കനായി ഒരു ഉപനേതാവ് മാറിയേക്കുമെന്നൊരു ഭയം പിണറായി വിജയനുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും രാഷ്ട്രീയ അടവുകൾ ഒട്ടനവധി പയറ്റിത്തെളിഞ്ഞ നേതാക്കന്മാരാണ് പിണറായി വിജയനും അതുപോലെ തന്നെ ബിനോയ് വിശ്വവുമെല്ലാം. അവർ കടുംപിടുത്തം തുടരുകയാണ്. ഇതുവരെയും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന നിലപാട് CPI മയപ്പെടുത്തിയിട്ടില്ല. എന്തായാലും CPM നേതാക്കന്മാരെല്ലാം അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ദേശീയ നേതൃത്വം വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം എന്തെന്നറിയാൻ ഒരുപക്ഷെ വരും ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഒരു കാരണവശാലും ഉപനേതൃസ്ഥാനം നൽകില്ലെന്നും അങ്ങനെ നൽകേണ്ടി വന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം താൻ ഉപേക്ഷിക്കുമെന്നുമാണ് പിണറായി വിജയൻ്റെ നിലപാടെന്നും അറിയുന്നു.